കാലാവസ്ഥാ വ്യതിയാനം മൂലം ചിലവ് കൂടുകയും ഉൽപാദനം കുറയുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ കേര പദ്ധതി ഇടുക്കി ജില്ലയിലെ കർഷകർക്ക് പ്രതീക്ഷ നൽകുന്നതാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. കേര പദ്ധതി നിർവഹണ സ്ഥാപനങ്ങൾക്കുള്ള അവബോധ ശില്പശാല മന്ത്രി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ കർഷകർക്ക് ആശാവഹമായ പദ്ധതിയാണ് കേര. കാലാവസ്ഥാ വ്യതിയാനത്തെ എങ്ങനെ പ്രതിരോധിക്കാൻ സാധിക്കും, മൂല്യവർദ്ധിത ഉൽപാദനം കർഷകർക്ക് എത്രത്തോളം ആശ്വാസകരമായ മാറ്റം സൃഷ്ടിക്കാൻ കഴിയും എന്നിങ്ങനെ വിവിധ ലക്ഷ്യങ്ങളോടെയാണ് കേര പദ്ധതി നടപ്പിലാക്കുന്നത്. ഇടുക്കി 100% കാർഷിക മേഖലയാണ്. കൃഷിയോട് താല്പര്യമുണ്ടെങ്കിൽ പോലും ഉൽപാദന ചെലവനുസരിച്ച് വരുമാനം ലഭിക്കാത്തതിനാൽ കർഷകർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ആധുനിക കൃഷി സമ്പ്രദായമാണ് ഇനിയുള്ള കാലത്ത് ആവശ്യമെന്നും വകുപ്പുകൾ അതിനനുസൃതമായ പദ്ധതികൾ രൂപകൽപ്പന ചെയ്യണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അഗ്രികൾച്ചർ രംഗത്ത് ജോലി ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരും ഒരു സയൻറ്റിസ്റ്റ് ആണെന്നാണ് എൻ്റെ അഭിപ്രായം. അഗ്രികൾച്ചർ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത് ആ നിലയിൽ ബിടെക് എടുക്കണം നിർബന്ധമൊന്നുമില്ല. നല്ല കർഷകനാണ് ഏറ്റവും നല്ല സയൻറ്റിസ്റ്റ്. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പോലും ഡെവലപ്പ് ചെയ്യുന്ന പല സാഹചര്യങ്ങളിലും കാണുന്ന വ്യത്യാസം നല്ല കർഷകൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്ന പുതിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കാണുമ്പോൾ, അല്ലെങ്കിൽ അതിനാവശ്യമായ സ്ഥിതി കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. അത് പരിചയത്തിൻ്റെയും തഴക്കത്തിൻ്റെയും സാഹചര്യത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ കാലാവസ്ഥയ്ക്കനുസരിച്ച് അവർ രൂപപ്പെടുത്തിക്കൊണ്ടിരുന്നതാണ്. ജില്ലയിലെ കാർഷിക വികസന, കർഷകക്ഷേമം, വ്യവസായ വാണിജ്യം, മണ്ണ് പരിവേഷണം, മണ്ണ് സംരക്ഷണം എന്നീ വകുപ്പുകളിലെയും കാർഷിക സർവകലാശാല, VAPCK മുതലായ സ്ഥാപനങ്ങളിലെയും ഉദ്യോഗസ്ഥർക്കായാണ് ശില്പശാല നടത്തിയത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.